ഒരുമിച്ച് യാത്ര ചെയ്തവർ, മരണത്തിലും കൈകോർത്ത് പിടിക്കപ്പെട്ടവർ. മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ, ഭാര്യ അനു, അനുവിന്റെ അച്ഛൻ ബിജു പി ജോർജ്. വേർപാടിന്റെ ആഘാതത്തിൽ കരഞ്ഞു തളർന്നവർക്കിടയിലേക്കാണ് വെള്ളത്തുണികളിൽ പൊതിയപ്പെട്ട് അവർ ഇന്നു പുലർച്ചെ എത്തിച്ചേർന്നത്. നിഖിൽ ഈപ്പൻ, ഭാര്യ അനു, അനുവിന്റെ അച്ഛൻ ബിജു പി ജോർജ് എന്നിവരുടെ മൃതശരീരങ്ങൾ ആദ്യം അനുവിന്റെ വീട്ടിലാണ് എത്തിച്ചത്. ആദ്യഘട്ട ശുശ്രൂഷകൾക്ക് ശേഷം നിഖിലിന്റെയും അനുവിന്റെയും മൃതശരീരങ്ങൾ കൂടി മത്തായി ഈപ്പന്റെ ചേതനയേറ്റ ശരീരത്തോടൊപ്പം നിഖിലിന്റെ വീട്ടിലെത്തിച്ചു. ശേഷം പള്ളിയിലേക്ക്. ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു പുരുഷാരം തന്നെ എത്തി. നവംബർ 30-നായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ ജീവിതത്തിലേക്ക് പിച്ചവെച്ചവർ മരണത്തിലും ഒന്നിച്ചുണ്ടാകുമെന്ന പ്രതിജ്ഞ പാലിച്ച് പിതാക്കന്മാർക്കൊപ്പം കടന്നു പോവുകയായിരുന്നു. 19 നാൾ മുൻപ് ഈ ദേവാലയത്തിലെത്തിയവരെല്ലാം ക്ഷണിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആരാലും ക്ഷണിക്കപ്പെടാതെയാണ് ഇന്ന് ഇവരെല്ലാം എത്തിച്ചേർന്നത്. വേദനയാ. 4 മണിക്കൂർ നീണ്ട പൊതുദർശനം. ശേഷം മത്തായി ഈപ്പൻ, നിഖിൽ ഈപ്പൻ, അനു എന്നിവരുടെ മൃതശരീരങ്ങൾ പുത്തേത്തുണ്ടിൽ കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്തു. ബിജു പി ജോർജിന്റെ ഭൗതികദേഹം പുത്തൻപിള്ള കിഴക്കേതിലെ കുടുംബക്കല്ലറയിലാണ് സംസ്കരിച്ചത്. മധുവിധുവിന് മലേഷ്യയിലേക്ക് പോയി മടങ്ങിയെത്തിയ നിഖിലിനെയും അനുവിനെയും കൂട്ടിയുള്ള യാത്രയിലായിരുന്നു ഞായറാഴ്ച പുലർച്ചെ കാർ ബസിലേക്ക് പാഞ്ഞു കയറിയ വലിയ അപകടം. അവർ 4 പേർ മണ്ണോട് ചേരുമ്പോൾ വിവാഹദിനത്തിൽ പകർത്തിയ ദൃശ്യങ്ങൾ ജീവസുറ്റ ഓർമ്മകളായി ബാക്കിയുണ്ട്. കഴിഞ്ഞ നവംബർ 30-ന് ഈ ദേവാലയമുറ്റത്തു നിന്നും തുടങ്ങിയ അനുവിൻ്റെയും നിഖിലിൻ്റെയും ജീവിതയാത്ര ഇനി മറ്റൊരിടത്തേക്കാണ്. പത്തനംതിട്ടയിൽ നിന്ന് ടീം മാതൃഭൂമി ന്യൂസ്.